ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. പാർവതിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടിയതിന് ശേഷം സുശീല നേരെ ജാസ്മിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഇന്നലെ അവർ ഔട്ടിങ്ങിന് പോയിട്ട് എന്തൊക്കെ നടന്നെന്നറിയാൻ വേണ്ടി ഞാൻ പതിയെ ആ പാർവതിയുടെ അടുത്തേക്ക് ചെന്നതാ. അവളെൻ്റെ തൊലി ഉരിഞ്ഞു വിട്ടു. അങ്ങനെ തന്നെ പറയാം, അവളെന്നെ നാണം കെടുത്തി കളഞ്ഞില്ലേ എന്നൊക്കെ സുശീല പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ആൻറ്റിക്കിപ്പോൾ എന്താ അറിയേണ്ടത്? അവർ തമ്മിൽ എന്തെങ്കിലും നടന്നോ എന്ന്. എന്നാലേ ആൻറ്റി കേട്ടോ, അവർ തമ്മി ആൻറ്റി വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ല. ഇത് കേൾക്കുന്ന സുശീല ചോദിക്കുകയാണ്, അതെങ്ങനെ നിനക്കറിയാം? എൻ്റെ ആൻറ്റി അവരിവിടെ നിറങ്ങിയിട്ട് തിരിച്ചു വരുന്നത് വരെ നിഴല് പോലെ ഞാൻ അവരുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവരെ പിന്തുടരുന്ന കാര്യം അവരിട്ട് അറിഞ്ഞുമില്ല. അല്ല ജാസ്മിൻ, നീ എന്തിനാ അവരുടെ പുറകെ പോയത് എന്ന് സുശീല ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ആ പാർവതിയെ കൊല്ലാൻ. ഇത് കേൾക്കുന്ന സുശീല ഞെട്ടലോടെ ജാസ്മിനെ നോക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, നിങ്ങൾ കരുതുന്നത് പോലെ ഒരാളെ അല്ല ഈ ജാസ്മിൻ. കൊല്ലാനൊന്നും ജാസ്മിൻ ഒരു മടിയുമില്ല. അവളെ തീർക്കാൻ വേണ്ടി തന്നെയാ പോയത്. പക്ഷേ ബുള്ളറ്റ് ജസ്റ്റ് ഒന്ന് മിസ്സായി, അത്ര തന്നെ. അല്ലെങ്കിലേ അവളുടെ ഡെഡ് ബോഡിയും കൊണ്ടായേനെ വിശാൽ തിരിച്ചു വരുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സുശീല പേടിയോടെ ജാസ്മിനെ നോക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, ആൻറ്റി പേടിക്കുകയൊന്നും വേണ്ട. എനിക്ക് വൈരാഗ്യവും പകയും ഒക്കെ ഉള്ളത് ആ പാർവതിയോട് മാത്രമാ. ആൻറ്റിയോട് എനിക്ക് വൈരാഗ്യവും പകയും ഒന്നുമില്ല. പിന്നെ ആൻറ്റി എനിക്കൊരു ഉപകാരം ചെയ്യണം. അവിടെ വെച്ച് ഒരു പാമ്പിൻ പുറ്റിൻ്റെ അടുത്ത് പാർവതിക്ക് എന്തോ ഒന്ന് കിട്ടിയായിരുന്നു, ഒരു താക്കോൽ കൂട്ടമോ അങ്ങനെ എന്തോ. എന്നിട്ട് അവളത് സാരിയിൽ കെട്ടിയിടുന്നുണ്ടായിരുന്നു. ആൻറ്റി അതെന്താണെന്ന് ഒന്നറിഞ്ഞിട്ട് വരണം. ഇത് കേൾക്കുന്ന സുശീലയ്ക്ക് താൻ മുറിയിലേക്ക് ചെന്നപ്പോൾ പാറു സാരിയുടെ അറ്റത്ത് എന്തോ കെട്ടുന്നത് കണ്ട കാര്യം ഓർമ്മ വരികയാണ്. അതൊക്കെ എനിക്ക് വിട്ടേക്ക് ജാസ്മിൻ, ഞാനതെല്ലാം നോക്കിക്കോളാം. പിന്നീട് കാണിക്കുന്നത് പാറു തുണികൾ മടക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് പല്ലവി വരുന്നതാണ്. അതേസമയം മണിക്കുട്ടനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അല്ല പാറു, ഇന്നലെ പോയിട്ട് ഇന്നലെ തന്നെ തിരിച്ചു വന്നോ? ഒരു ദിവസം കൊണ്ട് വാർഷികത്തിന്റെ ആഘോഷങ്ങളൊക്കെ തീർന്നോ എന്ന് മണിക്കുട്ടൻ ചോദിക്കുമ്പോൾ അതേന്ന് പറയുകയാണ് പാറു. അതേസമയം പല്ലവി പറയുകയാണ്, എൻ്റെ ചേച്ചി വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെ ചേച്ചിയും ചേട്ടനും കൂടി ഒരു മുറി കിടന്നിട്ടുണ്ടോ? നിങ്ങൾ ഇനി എന്താണെങ്കിലും ഒരു മുറി കിടന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകുന്നുള്ളെന്ന് പല്ലവി പറയുമ്പോൾ മണിക്കുട്ടൻ പറയുകയാണ്, എൻ്റെ പല്ലവി, നീ കുറേ നാളായില്ലേ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട്. നിനക്കിനി വീട്ടിലേക്കൊക്കെ പോയിക്കൂടെ? നീ നിന്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്? ഞാനേ മുത്തശ്ശനോട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് നിനക്കൊരു കല്യാണം ശരിയാക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന പാറു പറയുകയാണ്, പല്ലവി, നിനക്കിവിടെ എത്ര വേണമെങ്കിലും നിൽക്കാം. പക്ഷേ നീ ഈ പറഞ്ഞ കാര്യം നടക്കുമെന്നൊന്നും കരുതി നീ നിൽക്കണ്ട. എല്ലാം അതിൻ്റെതായ സമയത്ത് നടന്നോളും. അത്രയും പറഞ്ഞ് പാറു അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വീഡിയോ കോളിലൂടെ ഓഫീസിലെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുന്ന വിശാലിനെയാണ്. അതേസമയം വിശാലിനുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് പാറു. അങ്ങനെ വിശാൽ കോള് കട്ട് ചെയ്യുമ്പോൾ പാറു ചോദിക്കുകയാണ്, അല്ല വിശാൽ സാറേ, ഈ വീഡിയോ ഫോൺ ഉണ്ടല്ലോ. വീഡിയോ ഫോൺ അല്ലടി, വീഡിയോ കോള്. അതെ വിശാൽ സാറേ, അത് പിന്നെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുമോ പിന്നീട് കാണാനായിട്ട്? അതിനെന്താ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്താ ഒരു സംശയം? അല്ല, അപ്പോൾ പ്രഭാവതി അമ്മയുടെയും പ്രതാപൻ സാറിൻ്റെയും വീഡിയോ ഇപ്പോഴും അവളുടെ ഫോണിൽ കാണുമല്ലേ? എന്തുവാ നീ പറയുന്നത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ പാറു പറയുകയാണ്, അത് പിന്നെ പ്രതാപൻ സാറും പ്രഭാവതി അമ്മയും സംസാരിക്കുന്ന ഒരു വീഡിയോ ജാസ്മിൻ രഹസ്യമായിട്ട് തൻ്റെ ഫോണിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് കേൾക്കുന്ന വിശാൽ പാറുവിനെയും കൂട്ടിക്കൊണ്ട് താഴേക്ക് ചെല്ലുകയാണ്. അതേസമയം കമ്പനിയിലെ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു പ്രഭാവതിയും പ്രതാപനും. അമ്മയും മക്കളും എവിടെ പോകുന്നു എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണെന്ന് പ്രഭാവതി പറയുന്നു. എങ്കിലേ നിങ്ങളിപ്പോൾ പോകണ്ട, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതേസമയം എല്ലാവരും താഴേക്ക് വരികയാണ്. നിങ്ങൾ രണ്ടും കൂടി ഈ കുടുംബത്തിനെതിരെ എന്ത് ഗൂഢാലോചനയാണ് നടത്തുന്നത് എന്ന് വിശാൽ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രതാപനും പ്രഭാവതിയും. ദേ വിശാൽ, നീ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നതെന്ന് നിനക്ക് വല്ലോ ബോധവുമുണ്ടോ? ഞാൻ കാര്യമായിട്ട് തന്നെ ചോദിച്ചതാ, നിങ്ങൾ എന്ത് ഗൂഢാലോചന ഇവിടെ നടത്തുന്നത്? വിശാൽ, നീ അതിരി വിടുന്നുണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ വിശാൽ പറയുകയാണ്, എനിക്ക് അതിനെതിരെ തെളിവൊക്കെ ഉണ്ട്. നീ നേരിൽ കണ്ടോ എന്ന് രാധിക ചോദിക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ഞാൻ നേരിൽ കണ്ടൊന്നുമില്ല. പക്ഷേ ഇവർ സംസാരിക്കുന്നതൊക്കെ രഹസ്യമായിട്ട് ഒരാൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുമ്പോൾ വിശാൽ പറയുകയാണ്, ജാസ്മിനാണ് ആ വീഡിയോ റെക്കോർഡ് ചെയ്തത്. ഇത് കേൾക്കുന്ന ജാസ്മിൻ ഒരു ഞെട്ടലോടെ വിശാലിനെ നോക്കുകയാണ്. തുടർന്ന് ജാസ്മിൻ തന്റെ ഫോൺ പിന്നിലേക്കാക്കി പിടിക്കുമ്പോൾ ജാസ്മിന്റെ ഫോണിലാണ് ആ വീഡിയോ ഉള്ളതെന്ന് പറഞ്ഞ് ജാസ്മിന്റെ അടുത്തേക്ക് വരികയാണ് വിശാൽ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.